സത്യപ്രതിജ്ഞ കഴിഞ്ഞു അല്ലേ? എൻ്റെ കൂടെയുള്ള ആളെ പരിചയപ്പെടുത്തണമെന്ന് അറിയില്ല. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം, അതുപോലെ തന്നെ ആ നാട്ടിലെ ആളുകൾക്കും അറിയാം. ആരതി പ്രദീപ് മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കാൻഡിഡേറ്റ് ആണ്. അതുപോലെ തന്നെ കേരളത്തിലൊരു പക്ഷേ അതായിരിക്കും അല്ലേ? എന്ത് പറയണേ, ഈ സത്യപ്രതിജ്ഞ കഴിഞ്ഞിറങ്ങുമ്പോൾ നെഞ്ചെടുപ്പ് കൂടിയിട്ടുണ്ടോ? ഇല്ല, ഒരുപാട് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. യുവത്വങ്ങൾ കൂടെ ഉണ്ടല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഒരു വലിയ പിന്തുണ ഇവരെല്ലാവരും ഭാഗത്തു നിന്നുണ്ട്. അപ്പോൾ വലിയൊരു അംഗീകാരമാണ് എന്നെ സംബന്ധിച്ച്. എൻ്റെ ജീവിതത്തിലെ പുതിയൊരു ചുവടുവയ്പ്പ് കൂടെയാണ്. അപ്പോൾ എന്നെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് എൻ്റെ മുഴുവൻ മംഗലം ജില്ലാ പഞ്ചായത്തിലെ വോട്ടർമാരുടെ കൂടെ ഇനി അവരിൽ ഒരാളായിട്ട് ഞാൻ കൂടെ ഉണ്ടാകും എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന കാര്യം. ജാതി മത വർഗ രാഷ്ട്രീയ ഭേദമന്യേ താഴെക്കടയിലുള്ള ഒരുപാട് ആളുകളെ ചേർത്ത് പിടിച്ചിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം. കാരണം നല്ലൊരു അംഗീകാരമാണ് കിട്ടിയിട്ടുള്ളത് ഇതേ ചെറുപ്പത്തിൽ അല്ലേ? KSUവിലൂടെയാണ് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും KSUവിന്റെ യൂണിറ്റ് പ്രസിഡന്റ് ആയിട്ടാണ് ആദ്യത്തെ തുടക്കം. അവിടുന്ന് UUC ആയി, അതുപോലെ തന്നെ KSUവിന്റെ നിയോജക മണ്ഡലം മുന്നോട്ട് വെച്ച കാലം പിന്നോട്ട് വെക്കേണ്ടി വന്നിട്ടില്ല. ഇല്ല, നിയോജക മണ്ഡലം പ്രസിഡന്റ് ആയി, പിന്നെ ജില്ലാ സെക്രട്ടറി ആയിട്ട് നിലവിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഭാഗ്യം വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് ജില്ലാ പഞ്ചായത്ത് 33 സീറ്റിൽ ഏകപക്ഷീയമായിട്ട് ജയിച്ചു വന്നിട്ടുള്ളതാണ്, പ്രതിപക്ഷമല്ല. ഇനി തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടതൊക്കെ എല്ലാം നിങ്ങൾ തന്നെയാണ് അല്ലേ? അതിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞിട്ടുള്ള ഒരു സ്റ്റുഡൻ്റാണ്. പിന്നെ 22 വയസ്സിലാണ് ഇത്രയും വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്തം ജനങ്ങളെ ഏൽപ്പിക്കുന്നത് അല്ലേ? അതും ജനാധിപത്യത്തിൽ, നമ്മളെ ജനാധിപത്യ കേരളത്തിൽ. ഓക്കെ, എന്താണ് മറ്റ് പിന്നെ വോട്ടർമാരായിട്ടുള്ള ആളോട് പറയാനുള്ളത്? വോട്ടർമാരായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ടവരെ നൽകിയിട്ടുള്ള സ്നേഹവും വാത്സല്യം തന്നെയാണ് തിരഞ്ഞെടുപ്പിന് തുടക്കം മുതൽ ഒടുക്കം വരെ എനിക്ക് ഉണ്ടായിരുന്ന ആത്മവിശ്വാസം. അതുകൊണ്ട് വലിയൊരു ശുഭപ്രതീക്ഷ തന്നെയായിരുന്നു. ഹൃദയത്തോട് ചേർത്ത് വെച്ചാൽ അവരുടെ മകളായിട്ട് തന്നെയാണ് അവർ കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ അവർക്ക് മുഴുവൻ എന്താ പറയുക, ഹൃദയത്തിന്റെ ഭാഷയിൽ അനന്തമായിട്ടുള്ള നന്ദിയും കടപ്പാടും കൂടെ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു. മലപ്പുറം കളക്ട്രേറ്റിൻ്റെ ഉള്ളിലാണുള്ളത്. ജില്ലാ പഞ്ചായത്ത് സത്യപ്രതിജ്ഞ കഴിഞ്ഞു, നേരെ പുറത്തിറങ്ങിയതാണ്. നമ്മളെ കൂടെയുള്ള ആളെ ഞാൻ മലപ്പുറക്കാർക്ക് പരിചയപ്പെടുത്തിയിട്ടില്ല. AP ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ മോളാണ് വിജി അല്ലേ? സ്മിജി ഉണ്ട്, അതുപോലെ തന്നെ അമ്മ ഉണ്ട്, ഭർത്താവിൻ്റെ അച്ഛനും ഉണ്ട്. എന്തൊക്കെയുണ്ട്, എന്താണ് ഏകപക്ഷീയമായിട്ടുള്ളൊരു ഭരണത്തിന് പോവാണ്. 33 സീറ്റിൽ 33 സീറ്റും നേടി. വേറെ ഹൈലൈറ്റ് കൂടി പറയാനുള്ളത്, കല്യാണം കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് എന്താ പറയുക, ദാമ്പത്യ ജീവിതത്തിൽ പ്രവേശിച്ചിട്ടുള്ളൂ അല്ലേ? നേരെ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്കാണ് ഇറങ്ങിയിട്ടുള്ളത്. എന്താ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്? ജയിക്കുന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു? ജയിക്കുന്നുള്ള പ്രതീക്ഷ, അത് ആ വാർഡിനെ സംബന്ധിച്ച് ഒരു ചുവപ്പിന്റെ ചെങ്കോട്ട എന്നറിയപ്പെടുന്ന ഒരു വാർഡാണ്. നിറമരുതൂരായിരുന്നു ആദ്യത്തെ ഡിവിഷൻ. നമ്മുടെ മുൻ മെമ്പർ ഷാഫിയ സാഹിബ് മത്സരിച്ച സമയം. പിന്നീട് അത് വെട്ടിമുറിച്ച് അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ജില്ലാ പഞ്ചായത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു വാർഡായിരുന്നു താനാളൂർ ഡിവിഷൻ. അപ്പൊ ആ ഡിവിഷനിലേക്ക് മത്സരിക്കുന്ന സമയത്ത് പാർട്ടിയിൽ നിന്ന് തന്നെ ഒരു എക്സ്പീരിയൻസ് എന്ന നിലയ്ക്കാണ് എന്നെ പ്രഖ്യാപിക്കുന്നതും. പ്രഖ്യാപനം തന്നെ ഒരു അത്ഭുതമാണ്. അപ്പൊ ആ ഒരു അത്ഭുതത്തോടു കൂടെ കാൽച്ചുവട വെച്ചു. ആ വെച്ച ചുവടുകളൊന്നും പാഴായിട്ടില്ല, പിന്നോട്ട് വെക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഒരു മുൻകൂർ പ്രതീക്ഷകളൊന്നും ഇല്ലായിരുന്നു. ഇല്ല, ഒന്നിലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷെ ആളുകളിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റും, ഇനിയും കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റും. അച്ഛന്റെ ആ ഒരു അതേ ഒരു പാത പിന്തുടരാൻ തന്നെ തീരുമാനിച്ചത്. തീർച്ചയായും അച്ഛന്റെ ആ ഒരു സ്നേഹമാണ് ഈ 6852 വോട്ടുകൾ. അവിടെയുള്ള നമ്മുടെ പ്രവർത്തകരുടെ സപ്പോർട്ടും എല്ലാം ഉണ്ട്. ഓക്കെ, അമ്മേ, മോള് ഉയർച്ചയിലെത്തട്ടെ, ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളുടെ പടവുകൾ കീഴടക്കാൻ സാധിക്കട്ടെ എന്നുള്ളത്. എന്താ പറയാനുള്ളത്? വീട് ഇവിടെ അവിടെ തന്നെ മേലങ്ങാടിക്കാരിയാണ് അല്ലേ? നമ്മളെ നാട്ടിലെ മരുമകളാണ്. ഒരു മാസമായിട്ടുള്ളൂ. അപ്പോൾ പിന്നെ നേരെ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്കാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഒരു ശനിയാഴ്ച അവർ കോടതി പോയതാണ്. കോടതിയിലേക്കാണ് വിളി വന്നത്, യാദർശ്യമായിട്ടുള്ള വിളി വന്നത്, കാൻഡിഡേറ്റ് വന്നത്. അപ്പോൾ പിന്നെ ഉച്ച കഴിഞ്ഞപ്പോൾ മോനെന്നെ വിളിച്ച് പറഞ്ഞു, സുജി ഇങ്ങനെ മത്സരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ചാൻസ് കിട്ടിയാൽ മത്സരിച്ചോട്ടെ. അഡ്വക്കേറ്റ് ആണല്ലോ? മഞ്ചേരിയിൽ. എല്ലാവിധ അഭിനന്ദനങ്ങളും ഭാവുകളും നേരുന്നു. ഞാൻ പറഞ്ഞു, ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക, ജനങ്ങളോടൊപ്പം നിൽക്കുക, അതിന് സാധിക്കുന്നുണ്ടെങ്കിൽ മത്സരിക്കാം, വിജയം ഉറപ്പാണ് പറഞ്ഞു. വളരെ സ്നേഹത്തോടുകൂടി എല്ലാവരെയും കാണാം, ഒരേ ഇതിൽ കാണാം. അതാണ് നമുക്ക് കഴിയാത്തത് മക്കളിലൂടെ സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കാം. അതുകൊണ്ട് ഒരു കാര്യം പറയാനുള്ളത്, അച്ഛൻ്റെ അതേ പാതയിൽ ഉണ്ണികൃഷ്ണൻ സാറെ നമുക്ക് ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിരുന്നു. അതിൽ ജാതിയോ മതമോ വർഗമോ അല്ലെങ്കിൽ രാഷ്ട്രീയമോ ഒന്നും ഇല്ലായിരുന്നു. അതുപോലെ തന്നെ മോൾക്കും സാധിക്കട്ടെ എന്നുള്ളത് ആശംസിക്കുന്നു.
എൻ്റെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടാവില്ല. ജില്ലാ പഞ്ചായത്ത് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് കാര്യത്തിനുള്ളിലാണുള്ളത്. സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടേ ഉള്ളൂ അല്ലേ? അതെ. എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്? ഒരു പിന്നെ അതിൻ്റെ പേടിയ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അതാണ് ജനപ്രതിനിധിയാണ്. ഞാൻ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ അങ്കലാപ്പില്ല. കാരണം MSFലും യൂത്ത് ലീഗിലും നീണ്ട 10-25 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു പൊതുപ്രവർത്തനത്തിൻ്റെ കരുത്ത് അത് ഭയമില്ലാതാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പിന്നെ പുതിയ കാലമാണ്, പുതിയ വിചാരമാണ്. മനുഷ്യരും ലോകവും ഒക്കെ പുതുമയാണ് ആഗ്രഹിക്കുന്നത്. ഈ സ്ഥാപനം, ഈ ജില്ലാ പഞ്ചായത്ത് അങ്ങനെയുള്ള വ്യത്യസ്തമായ കുറേ സംവിധാനങ്ങൾക്ക് ലീഡർഷിപ്പ് കൊടുത്തൊരു ഭരണ കേന്ദ്രമാണ് നമ്മുടെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത്. നമ്മുടെ കുട്ടികൾ SSLC പരീക്ഷ കൂട്ടത്തോടെ തോൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സ്ഥാപനം ഇടപെട്ടു. വിജയബേരി എന്ന പദ്ധതി കൊണ്ടുവന്നു. പരീക്ഷ എഴുതിയവരിൽ ഭൂരിപക്ഷം കുട്ടികളും തോൽക്കുന്ന ഒരു ജില്ല, പരീക്ഷ എഴുതിയവരിൽ ഭൂരിപക്ഷം കുട്ടികളും ജയിക്കുന്ന ജില്ലയായിട്ട് മാറി. ആ വിജയബേരി അവിടെ ഉണ്ട്. അതിൻ്റെ പുതിയ എഡിഷൻ വേണം, പുതിയ അപ്ഡേഷൻ വേണം. നമ്മുടെ കുട്ടികൾ നല്ല കായിക ശേഷിയുള്ളവരാണ്. അവരെ പരിപോഷിപ്പിക്കണം, അവരെ അഭിസംബോധന ചെയ്യണം. അതിന് അവർക്ക് വേണ്ടിയുള്ള അജണ്ടകൾ വേണം, നല്ല സ്റ്റേഡിയങ്ങൾ വേണം. ചെറുപ്പക്കാരെ നമുക്ക് പിന്നെ ഉൾക്കൊള്ളാനും അവരുടെ അഭിരുചിയെ കണ്ടെത്താനും കഴിയണം. തീർച്ചയായിട്ടും. പിന്നെ വലിയ ചരിത്ര ശേഷിപ്പുള്ളൊരു സ്ഥലമാണ് മലപ്പുറം. അത് വരും തലമുറക്കായിട്ട് അടയാളപ്പെട്ട് കിടക്കണം. സ്ഥാപനത്തിന് ഒരുപാട് ഉത്തരവാദിത്വമുണ്ട്. ഒരു ജില്ലാ പഞ്ചായത്ത് അംഗം എന്ന നിലയിൽ ഇത്തരം കാര്യങ്ങൾക്ക് പ്രാമുഖ്യം കൊടുത്ത് പ്രവർത്തിക്കും. യുവത്വവും വിദ്യാഭ്യാസവും അവരുടെ ഭാവി തന്നെയാണ് ലക്ഷ്യം. തീർച്ചയായിട്ടും. യുവത്വം നാടിൻ്റെ സമ്പത്താണ്, ഭാവിയാണ്. നാളെയിലേക്കുള്ള ചിന്ത ഇന്നുള്ള മനുഷ്യരുടെ അനിവാര്യമായ ഒന്നാണ്, ഉത്തരവാദിത്വം. അതുകൊണ്ട് അവർ പുറത്തു പോയിക്കൂടാ. തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് 21ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് നമ്മളുള്ളത്. ഇനി അങ്ങോട്ടുള്ള കാലങ്ങൾ ഒരിക്കൽ പോലും അവർക്ക് ഈ നാടിൻ്റെ മഹത്വം അറിഞ്ഞ് ഇവിടെ ജീവിക്കാൻ കഴിയണം. എല്ലാ സൗകര്യവും ഇത് നമ്മളെ ഡിസൈൻ ചെയ്തതാണ് ഈ നാട്. ആയിരക്കണക്കിന് ഇടവഴികൾ മുഴുവൻ റോഡാക്കി, ഈ കടത്തു തോണി പോയി അത് പിന്നെ വലിയ പാലങ്ങളായി മാറി. ഇതിൻ്റെ അകത്ത് എയർപോർട്ടുണ്ട്, ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, സംവിധാനങ്ങളുണ്ട്. മാതൃകയാണ് ഈ ജില്ല. സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരു വാക്ക് പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളോടായിട്ട് തന്നെ പ്രതിപക്ഷം ഇല്ല എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുന്നു. നമ്മുടെ ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുന്നു. പ്രതിപക്ഷം ഇല്ലെങ്കിലും അതിലെ വോട്ടർമാർ അണികളായിട്ട് അവർക്ക് കൂടുതൽ ഉത്തരവാദിത്വം ജനങ്ങളെല്ലാം വീക്ഷിക്കുന്നുണ്ട്. അവരാണ് പ്രതിപക്ഷം. ജനങ്ങൾ എല്ലാവരും സോഷ്യൽ ഓഡിറ്റിന് വിധേയരാണ്. ഞാൻ എന്താണെന്ന് എന്നെക്കാളേറെ മറ്റുള്ളവർ മനസ്സിലാക്കി വെച്ച ഒരു ലോകത്താണ് നമ്മൾ പാർക്കുന്നത്. എല്ലാവർക്കും നമ്മളെ വിലയിരുത്താൻ കഴിയും. നമ്മളിങ്ങനെ പെരുപ്പിച്ച് കാണിച്ചിട്ടൊന്നും കാര്യമില്ല. ആളുകൾ ഇതൊക്കെ വിലയിരുത്തി കഴിഞ്ഞു. നമ്മളെ കുറിച്ച് ഒരു ഇമാജിനേഷൻ എല്ലാവർക്കും ഉണ്ട്. അവർ കൃത്യമായിട്ട് ഇടപെടും, അവർ കൃത്യമായിട്ട് വിലയിരുത്തും. അവരുടെ ഒരു ഓഡിറ്റിങ്ങിന് വിധേയരാണ് നമ്മളെല്ലാവരും. ഒരു സംശയവുമില്ല. അത്ര നമ്മളെക്കാളും ഭാവനാസമ്പന്നരും സർഗാത്മക ശേഷിയുള്ളവരുമാണ് നമ്മുടെ ചുറ്റുവട്ടത്തിൽ. തീർച്ചയായിട്ടും അറിവിൻ്റെ ഒരു ലോകമാണ് അവരുടെ കയ്യിൽ കിടക്കുന്നത്. അതുകൊണ്ട് അവരെ ഉൾക്കൊള്ളുക എന്നുള്ളത് ജനപ്രതിനിധിയുടെ ഭാരിച്ച ഉത്തരവാദിത്തമാണ്, വലിയ ഉത്തരവാദിത്തമാണ്. ഏതായാലും ഈ ഒരു അവസരത്തിൽ അഭിനന്ദനങ്ങളും ആശംസകളൊക്കെ അറിയിക്കുകയാണ്. ഓക്കെ, സന്തോഷം. നിങ്ങളുടെ ഇടപെടലും സംസാരവും ചില കാര്യങ്ങളൊക്കെ സമൂഹ മധ്യത്തിൽ സമർപ്പിക്കാൻ നിങ്ങൾ കാണിക്കുന്ന പിന്നെ ആ ഒരു ഉത്സാഹം അത് വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. തുടരണം. നല്ല കാര്യങ്ങളെ പ്രോത്സാഹിപ്പിച്ചും അത് ജനങ്ങളെ അറിയിച്ചും മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. തവനൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് ജയിച്ചു വന്നിട്ടുള്ള മെമ്പറാണ് നമ്മളെ കൂടുതലുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഷെരീഫ് കുറ്റനും അതുപോലെ തന്നെ ആര്യമൊക്കെ പറഞ്ഞ പോലെ തന്നെ സത്യപ്രതിജ്ഞ കഴിഞ്ഞു, ഉടനെ അടി നമ്മൾ ക്യാച്ച് ചെയ്തതാണ്. എന്താണ് ഈ നിമിഷത്തിൽ പറയാനുള്ളത്? തവനൂരിൻ്റെ പ്രതിനിധിയായിട്ട് നിൽക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. തവനൂരിൽ ഞാൻ വന്നിറങ്ങുമ്പോൾ എനിക്ക് പരിചയമില്ലാത്ത ആളുകളായിരുന്നു. ഞാൻ പല ആളുകളുടെ ഇടയിൽ ചെന്ന് വീടുകളിൽ കയറുമ്പോഴൊക്കെ ഞാൻ പറയുന്ന ഒരു വാക്ക് തന്നെയാണ് ഇപ്പോഴും എനിക്ക് പറയാനുള്ളത്. ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥികളെ മുഖപരിചയമുണ്ടായിരിക്കും, ബ്ലോക്കിലേക്ക് വരുന്ന സ്ഥാനാർത്ഥികളെ മുഖപരിചയമുണ്ടായിരിക്കും. ജില്ലാ പഞ്ചായത്തിലേക്ക് വരുന്ന ഒരു സ്ഥാനാർത്ഥി കോട്ടക്കൽ എടരിക്കോട്ട് നിന്നാണ് വരുന്നത് എന്ന് പറയുമ്പോൾ അവർ അയ്യോ അത്രയും ദൂരമെന്ന് ചോദിക്കും. പക്ഷേ ഞാൻ അവരോട് പറഞ്ഞൊരു വാക്കുണ്ട്, അത്രയും ദൂരം എന്നുള്ളതല്ല, നിങ്ങളുടെ മകളെപ്പോലെ, നിങ്ങളുടെ ഉമ്മയെപ്പോലെ, നിങ്ങളുടെ വീട്ടിലെ ഏറ്റവും അടുത്ത
ഒരാളെ പോലെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായിരിക്കെ ഓരോ വോട്ടും ചോദിച്ച് ഓരോ വീടുകളിലും സന്ദർശിച്ചിട്ടുള്ളത്. അവർ അത് നെഞ്ചോട് ചേർത്തു എന്ന് മാത്രമല്ല, നിലവിൽ പല വാർഡുകളിലും പല ബൂത്തുകളിലും വോട്ട് എണ്ണി തീർന്നപ്പോൾ നിലവിലുള്ള സ്ഥാനാർത്ഥിയേക്കാൾ ബ്ലോക്ക് സ്ഥാനാർത്ഥിയേക്കാൾ എനിക്ക് വോട്ടിംഗ് ശതമാനം കൂടി കണ്ടു. അതിൻ്റെ അർത്ഥം അവരെന്നെ ഓരോരുത്തരും അവരുടെ നെഞ്ചോട് ചേർത്തു എന്ന് തന്നെയാണ്. ആ ഒരു നന്ദി കടപ്പാടും നിങ്ങളോട് എന്നും ഞാൻ സൂക്ഷിക്കുന്നതായിരിക്കും. എൻ്റെ മരണം വരെ നിങ്ങളുടെ ഓരോ മുഖങ്ങളും എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ ഏതൊരു കാര്യങ്ങൾക്കും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. സുഖത്തിലും ദുഃഖത്തിലും നിങ്ങളുടെ ഓരോ വികസന കാര്യങ്ങളിലും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഓരോ വീടും സന്ദർശിക്കണമെന്നും ഓരോരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കണമെന്നും നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ ഫോൺ നമ്പർ നിങ്ങളെല്ലാവരുടെയും കയ്യിലുണ്ടായിരിക്കും. ഞാൻ എൻ്റെ തവനൂരിനെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ പറയുന്നു, നിങ്ങളിൽ ഒരാളായി ഒരു സ്റ്റെപ്പ് മുന്നിൽ ഞാൻ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഉണ്ടായിരിക്കും കൂടെ. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു മെമ്പറാണ് നമ്മളെ കൂടെ ഉള്ളത്, കൊളത്തൂർ ഡിവിഷൻ ഫൗസിയ പെരുമ്പള്ളി. എന്താണ് പറയാനുള്ളത്? സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ഇറങ്ങി ആദ്യമാണ് ജില്ലാ പഞ്ചായത്തേക്ക് തോന്നുന്നു അല്ലേ? ബ്ലോക്ക് പഞ്ചായത്തിന് ബ്ലോക്കിലോട്ടാണ് ആദ്യമായിട്ട് മത്സരിക്കുന്നത്. ഞാൻ ഭിന്നശേഷി കുട്ടിയുടെ മാതാവാണ്. അപ്പം എൻ്റെ വേദനകളായിരുന്നു എന്നെ സമൂഹത്തിലേക്ക് ഇറങ്ങാൻ പ്രേരിപ്പിച്ചത്. ആ മക്കളുടെ ഉന്നമനവും ശാക്തീകരണത്തിനും വേണ്ടിയിട്ടുള്ള ഒട്ടനവധി പദ്ധതികൾ ബ്ലോക്ക് പഞ്ചായത്തിൽ പൂർത്തിയാക്കാൻ സാധിച്ചതിലേറെ അഭിമാനം ചാരിതാർത്ഥ്യമുണ്ട്. അതൊക്കെ ഉൾക്കൊണ്ടിട്ടാണ് കഴിഞ്ഞ ആ ഒരു പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇപ്പൊ ജില്ലാ പഞ്ചായത്തിലേക്ക് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ആ മക്കൾക്ക് തന്നെയാണ് നമ്മൾ മുൻഗണന കൊടുക്കാനും ആഗ്രഹിക്കുന്നത്. ഞാൻ അനുഭവിച്ച വേദനകളൊക്കെ ആയിരുന്നു മങ്കട ബ്ലോക്ക് പഞ്ചായത്തിലെ പദ്ധതികളായിട്ട് മാറിയത്. ഇൻഷാ അല്ലാഹ് ഇനിയും അത്തരത്തിലുള്ള പദ്ധതികൾക്ക് മുൻഗണന കൊടുക്കും. എന്താ പറയാ, സമൂഹത്തിൽ അവരൊക്കെ നമ്മളെ മക്കളാണല്ലോ, നമുക്ക് വേണ്ടപ്പെട്ടവരാണ്, നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. അവർക്ക് വേണ്ടി ജില്ലാ പഞ്ചായത്തിൽ സംസാരിക്കാൻ ഒരു മെമ്പർ വരാന്നുള്ളത് അവർക്കും കൂടി ഒരു ഭാഗ്യമുള്ള കാര്യമാണ് അല്ലേ? തീർച്ചയായിട്ടും. അതുപോലെ തന്നെ എൻ്റെ ഡിവിഷനിലെ കൊളത്തൂർ ഡിവിഷൻ, നമ്മുടെ ഡിവിഷനായ കൊളത്തൂർ ഡിവിഷനിലെ മുൻ ജനപ്രതിനിധികൾ തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനം പൂർത്തിയാക്കുന്നതും നൂതന പദ്ധതികൾ കൊണ്ടുവരുന്ന കാര്യത്തിലും പരമാവധി ഞാൻ ശ്രമിക്കും. എൻ്റെ സ്ഥാനത്തോട് നീതി പുലർത്തും.